ഹായ് സുഹൃത്തുക്കളെ, ജനുവരി 10 കറണ്ട് അഫയേഴ്സ് നോക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ബാങ്ക് നെറ്റാണ്. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അന്ധരുടെ വനിതാ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെൻറ്റ് മത്സരങ്ങളുടെ വേദി കൊച്ചിയാണ്. ഇവൻ്റ് അംബാസഡർ മിന്നുമണിയാണ്. വനിതാ ചെസ് മാസ്റ്റർ WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമായി മാറിയത് ദിവി വിജേഷാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗരുഡക്ഷി എന്ന ഓൺലൈൻ FIR സംവിധാനം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9-അംഗ കമ്മീഷൻ അധ്യക്ഷ അഞ്ജു ബോബി ജോർജ്. മുൻ മലയാളി അത്ലറ്റ് MD വത്സമ്മയും കമ്മീഷനിൽ അംഗമാണ്. ഫ്ലമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരം നിഖിൽ B. KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഏർപ്പെടുത്തിയ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ M. ലീലാവതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BESS എന്ന് പറയും പദ്ധതി സ്ഥാപിതമായത് കിലോക്രിയിലാണ്, സൗത്ത് ഡൽഹി. ICC ടെസ്റ്റ് റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ള ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയാണ്. ചൊവ്വയുടെ വിപുലമായ പര്യവേക്ഷണത്തിനു വേണ്ടി ഇൻജെന്യൂറ്റി കോപ്റ്ററിൻ്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച ഡ്രോൺ മാർസ് ചോപ്പർ. ലോകത്തെ ആദ്യ തടികൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് ഭ്രമണപഥത്തിലെത്തി. വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. അടുത്തിടെ സ്ത്രീ സുരക്ഷാ ബിൽ അവതരിപ്പിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബിൽ പ്രകാരം സ്ത്രീകളെ ഉപദ്രവിച്ചാൽ 5 വർഷം തടവ് കൂടാതെ ജാമ്യം ഉണ്ടാവില്ല. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ജഗതി ശ്രീകുമാറാണ്. അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ലോകത്തിലെ ആദ്യത്തെ പുതിയ ഉപരോധ വ്യവസ്ഥ പ്രഖ്യാപിച്ച UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതുൾപ്പെടെ UGCയുടെ പുതിയ കരട് നിയമ ഭേദഗതിക്കെതിരെ ഏതു നിയമസഭയാണ് പ്രമേയം പാസാക്കിയത്? തമിഴ്നാടാണ്. ഉമറാങ്സോ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമിലാണ്. അടുത്തിടെ ധനമന്ത്രാലയത്തിലെ റവന്യൂ സെക്രട്ടറിയായി ചുമതലയേറ്റത് തഹിൻ കാന്ത പാണ്ഡെയാണ്. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പൽ INSV താരിണി അന്താരാഷ്ട്ര തീയതിരേഖ അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സാഗർ പരിക്രമണ 2 പദ്ധതിയുടെ ഭാഗമാണിത്. ലൈഫ് കമാൻഡർ രൂപ, മലയാളിയായ ലൈഫ് കമാൻഡർ ദിൽന എന്നിവരാണ് കപ്പലിലുള്ളത്. അടുത്തിടെ വിവാഹപ്രായം 21-ൽ നിന്ന് 18 ആക്കി കുറച്ച രാജ്യം UAE ആണ്. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ. കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാവേരി റിവർ ഓഫ് ലൈഫ്. 2025 ജനുവരി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. 1-ാമത് സിംഗപ്പൂരും 2-ാമത് ജപ്പാനുമാണ്.